ഹലോ, ഇന്ന് ഞാൻ കുറച്ച് ക്രേ പേപ്പറുമായിട്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയ ഡെസ്ക് ഡെക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഡബിൾ ഷെയ്ഡഡ് വരുന്ന ക്രേ പേപ്പറാണ്. ഒരു സൈഡിൽ ഒരു മെറൂൺ ഷെയ്ഡാണ്, ഇതിൽ പക്ഷെ നല്ല റെഡ് കളറായിട്ടാണ് കാണുന്നത്. പിന്നെ മറ്റേ സൈഡിൽ നല്ല ഓറഞ്ച് ഷെയ്ഡും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇതിന് ഞാൻ ഇതുപോലൊരു റഫായിട്ട് ഒരു പെറ്റൽ ഷേപ്പ് വെട്ടിയെടുത്തിട്ട് അത് ഞാൻ ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. പക്ഷെ അത് കുറേ നേരം സമയം എടുക്കുമെന്നേ. അതുകൊണ്ട് ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ആ ഒരു അളവിൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് പിന്നെ ആ പെറ്റൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തത്. ഇതാകുമ്പം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് ഒറ്റ കട്ടിങ്ങിൽ തന്നെ രണ്ട് പീസ് കിട്ടുമല്ലോ. എങ്ങനെയുണ്ട്? ഈ ഒരു മാർക്കുമായിരിക്കും കേട്ടോ മറ്റേനെക്കാട്ടി കുറച്ചും കൂടെ എളുപ്പം. അതാകുമ്പോൾ കുറച്ചും കൂടെ സമയം നമുക്ക് ലാഭിക്കാമല്ലോ. അങ്ങനെ ഞാൻ കുറച്ചധികം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഈ മേളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒരു പെറ്റൽ ഷേപ്പ് ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വലിക്കുമ്പം അത് കീറിയൊന്നും പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ ഞാൻ ഇങ്ങനെ ലോക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്നത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോൾ തന്നെ അത് കീറിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇനി ഒരു ഫ്ലോറൽ വയർ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു വൈറ്റ് കളർ ബീഡ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചോളുക, കാരണം കയ്യിൽ തറച്ച് കയറാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വല്ല പ്ലെയർ പോലത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. എന്നിട്ട് ഇതുപോലത്തെ നമ്മുടെ നോർമൽ കളർ പേപ്പർ എടുത്തിട്ട് യെല്ലോ കളർ എടുക്കുക, ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് ഞാൻ അതും കൂടെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഓരോ പെറ്റൽസായിട്ട് എടുത്തിട്ട് അതിലേക്ക് വച്ചിട്ട് നമ്മൾ ത്രെഡ് വെച്ച് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. നമ്മൾ നോർമൽ ഒരു ഫ്ലവർ ചെയ്യുന്നത് പോലെ തന്നെ. ഇപ്പം ഞാനിത് ഈ ഒരു ഫ്ലവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 6 പെറ്റലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഡബിൾ ഷെയ്ഡ് ആയിരുന്നു സംഭവം. ആ ക്രേ പേപ്പർ ഡബിൾ ഷെയ്ഡഡ് ആയിരുന്നുകൊണ്ട് തന്നെ ഫസ്റ്റ് വയ്ക്കുന്ന 3 എണ്ണം അതിൽ ഒരു കളർ ഉള്ളിലേക്ക് വരുന്ന രീതിയിലും അടുത്ത 3 എണ്ണം മറ്റേ സൈഡ് ഉള്ളിലേക്ക് വരുന്ന രീതിയിലുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാണുമ്പോൾ മനസ്സിലാവുമെന്ന് കരുതുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ ചുറ്റലിന് ശേഷം നമുക്ക് ഇതുപോലൊരു ഫ്ലവർ കിട്ടും. ഇനി നമ്മുടെ കയ്യിലുള്ള ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ച് അതിൻ്റെ സ്റ്റെമ്മും കൂടെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പൂ സെറ്റായ സ്ഥിതിക്ക് ഇനി കുറച്ച് ഇലകളും കൂടെ ആവാമല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നോർമൽ ഗ്രീൻ കളറിലുള്ള കളർ പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് 4 സെൻറ്റിമീറ്റർ വീതി ഉണ്ടായിരുന്നു. ലെങ്ത് എത്ര ഉണ്ടായിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നിങ്ങളുടെ എത്രത്തോളം അളവിലുള്ള നിങ്ങൾക്ക് ആ ഒരു ലീഫ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം അളവിന് വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആദ്യം 2ആയിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് എഗെയിൻ 2 സൈഡിൽ നിന്നും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക കേട്ടോ. ഇനി ഇതുപോലെ 5 സെൻറ്റിമീറ്റർ ലെങ്തിലും 4 സെൻറ്റിമീറ്റർ വീതിയിലും ഇതുപോലത്തെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അതിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് ഇതുപോലെ 1 സെൻറ്റിമീറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക കേട്ടോ. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലീഫ് അതിൻ്റെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് വരുമ്പം ആ 1 സെൻറ്റിമീറ്റർ വരെ നമ്മൾ കട്ടിടാവും. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യരുത്. ആ ഒരു അളവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ നമ്മൾ ചെയ്യുന്ന ലീഫും ഒരേ അളവിന് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ 2 ലീഫ് കിട്ടും. പക്ഷെ അത് നമ്മൾ 2 പീസ് ആക്കണം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി ചെയ്യുന്ന ബാക്കി ലീഫൊന്നും അതുപോലെ കട്ടിട്ട് കൊടുത്ത് 2 പീസ് ആക്കണ്ട. ഒന്നിച്ച് വെച്ച് തന്നെ നമുക്ക് ബാക്കി ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. ഇനി നമ്മൾ ചെയ്തെടുത്ത ഈ ലീഫ് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റെം പോലുള്ള ഒരു സംഭവത്തിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനിയുള്ള ബാക്കി ലീഫ് എല്ലാം ഇതുപോലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ലാസ്റ്റ്
ഇതുപോലൊരു സംഭവം കിട്ടും. ഞാൻ ഇതുപോലെ 2 ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയല്ലേ? ഇനി നമുക്ക് ഫ്ലവർ വൈസും കൂടെ വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ കാർഡ്ബോർഡ് പീസ് ഇതുപോലെ എടുത്ത് ഇങ്ങനെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിലേക്ക് വൈറ്റ് കളർ പെയിന്റ് അടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ വൈറ്റ് കളർ പെയിന്റും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സത്യം പറയട്ടെ, ഇതായിരുന്നു ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്ന സാധനം. പക്ഷെ എനിക്ക് കിട്ടിയതോ ഇതായിരുന്നു. വകയിലൊരു അമ്മാവനും അമ്മാവിയൊക്കെ ആയിട്ട് വരുമല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ.